ഇന്ത്യയുടെ $220 ബില്യൺ ഒരു സീക്രട്ട് നമുക്ക് ഒന്ന് പൊളിച്ച് എഴുതിയാലോ. ആരും കാണാത്തൊരു സ്വർണ്ണഖനി, ഇന്ത്യയിൽ ആരും ശ്രദ്ധിക്കാത്ത $220 ബില്യൺ വില മതിക്കുന്ന ഒരു സ്വർണ്ണഖനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ബാംഗ്ലൂരിലെ ടെക് പാർക്കുകളിലോ മുംബൈയിലെ സാമ്പത്തിക ടവറുകളിലോ അല്ല. ഇത് നമ്മുടെ കൺമുന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അവസരമാണ്. പലരും സ്റ്റോക്കുകളും സ്റ്റാർട്ടപ്പുകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിപ്ലവം നടക്കുന്നത് മറ്റൊരിടത്താണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവശ്യമുള്ളതും എന്നാൽ അവർക്ക് കിട്ടാത്തതുമായ കാര്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ്, ഈ വിടവ് നികത്തുന്നതിലാണ് ഇന്ത്യയുടെ അടുത്ത വലിയ സാമ്പത്തിക രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. അതെന്താണെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സർപ്രൈസസും നിങ്ങൾക്ക് ഒരുപാട് നിധിയും ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾക്കായിട്ടുള്ള. നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. 2025 കൂടി, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തോടു കൂടെ ഇന്ത്യയിലെ സാധാരണക്കാർ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണി, അതായത് FMCG, $220 ബില്യൺ മാറും. വെറും ഒരു വളർച്ചയല്ല, ആവശ്യകതയിൽ ഉണ്ടാകുന്ന ഒരു വൻ സ്ഫോടനം. അത്രയും ആവശ്യം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരും കാണാത്ത രഹസ്യം ഇതാണ്: ഇത്രയും സാധനം ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യാനുള്ള കാര്യക്ഷമത അല്ലെങ്കിൽ കപ്പാസിറ്റി ഇന്ത്യക്കായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ആവശ്യകതയിലേക്ക് നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മളത് ഇറക്കുമതി ചെയ്യുകയാണ് എന്നുള്ളതാണ്. വൻകിട കമ്പനികൾ നഗരങ്ങളിലെ ചെറിയ മാർക്കറ്റ് ഷെയറിനായി പോരടിക്കുമ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റം അവർ കാണില്ല. ഇത് ആവശ്യവും ലഭ്യതയും തമ്മിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് ഈ മാർക്കറ്റിൽ ആവശ്യമുള്ള സാധനം അതിൻ്റെ എത്രയോ കുറവാണ് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അവസരം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആദ്യം പ്രശ്നത്തെ കാണും. ഇത് രണ്ട് ഇന്ത്യകളുടെ കഥയാണ്. ഒന്ന്, നഗരങ്ങളിലെ ഇന്ത്യ, ഇവിടുത്തെ വിപണി ഇപ്പോൾ മന്ദഗതിയിലാണ്. എന്നാൽ മറ്റൊരിടത്ത് ഗ്രാമീണ അർദ്ധനഗര ഇന്ത്യയിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. കഴിഞ്ഞ 5 പാദങ്ങളായി ഗ്രാമീണ മേഖലയിലെ ഉപഭോഗ വസ്തുക്കളുടെ ആവശ്യം നഗരങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. 2025 ആദ്യ പാദത്തിൽ നഗരങ്ങളിലെ ഡിമാൻഡ് 2.6% മാത്രം വളർന്നപ്പോൾ ഗ്രാമീണ ഡിമാൻഡ് ഏകദേശം 4 ഇരട്ടിയായിട്ട് കുതിച്ചുയർന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് പണമുണ്ട്, പക്ഷേ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാൻ കമ്പനികൾക്ക് കഴിയുന്നില്ല. ഈ വിടവ്, ഈ ഗ്യാപ്പ് തന്നെയാണ് $220 ബില്യൺ രഹസ്യമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ആരാണ് ഇവിടുത്തെ ഈ പുതിയ ഉപഭോക്താവ്? ഇന്ത്യയുടെ സാമ്പത്തിക ഘടന ഒരു പിരമിഡിൽ നിന്ന് വിജയത്തിന്റെ ആകൃതിയിലേക്ക് മാറുകയാണ്. താഴ്ന്ന വരുമാനക്കാർ കുറയുകയും ഇടത്തരം വർഗം ഭൂരിപക്ഷമാവുകയും ചെയ്യുന്നു. ഈ പുതിയ മധ്യവർഗം ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലുമാണ് അതിവേഗം വളരുന്നത്. അവർ ഇപ്പോൾ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഗുണമേന്മയുള്ള ബ്രാൻഡുകളും തേടുന്നു. അവർ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാഷകളിൽ നിന്ന് വലിയ ഫാമിലി പാക്കുകളിലേക്ക് മാറുന്നു. ഇത് അവരുടെ കയ്യിൽ പണമുണ്ട് എന്ന് മാത്രമല്ല, ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെന്നും കാണിക്കുന്നു. അപ്പോൾ അവസരങ്ങളുടെ സ്വർണ്ണഖനി എവിടെയാണ്? ഉത്തരം ലളിതമാണ്. വൻ നഗരങ്ങളിലല്ല, മറിച്ച് ഇന്ത്യയുടെ ഹൃദയഭൂമിയിലുള്ള ടയർ 2, ടയർ 3 പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമാണ്. ഇവിടെയാണ് വൻകിട കമ്പനികളുടെ വിതരണ ശൃംഖലകൾ പരാജയപ്പെടുന്നത്. ഈ ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടത്? 1, അഫോർഡബിൾ ലക്ഷറി, അതായത് കുറഞ്ഞ വിലയിൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ. 2, ഹോം പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾക്ക് ഗ്രാമങ്ങളിൽ വൻ ഡിമാൻഡാണ്. 3, ആരോഗ്യക്ഷേമ ഭക്ഷണങ്ങളുടെ വിപണി അതിവേഗം വളരുകയാണ്. ഇത്രയും വലിയ ഡിമാൻഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വിതരണ വിടവ് നിലനിൽക്കുന്നത്? കാരണം ഇന്ത്യയുടെ ലോജിസ്റ്റിക് സംവിധാനങ്ങളിലെ പ്രശ്നങ്ങളാണ്. മോശം റോഡുകൾ, പരിമിതമായ റെയിൽ കണക്ഷനുകൾ, ആധുനിക സംഭരണശാലകളുടെ കുറവ് എന്നിവ ഗ്രാമങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് ചെലവേറിയതാക്കുന്നു. ഈ അവസരം തിരിച്ചറിയുന്ന സംരംഭകർക്ക് അടുത്ത തലമുറയിലെ ഇന്ത്യൻ ബ്രാൻഡുകൾ കെട്ടിപ്പടുക്കാൻ കഴിയും. അതായത് ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ സൂചിപ്പിച്ച പ്രോഡക്റ്റുകൾ തദ്ദേശീയമായി ലോക്കലി മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു അവസരം. ചെറിയ വേഗതയേറിയ കമ്പനികൾക്ക് ഈ വിപണി പിടിച്ചെടുക്കാം. നിർമ്മാതാക്കളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന D2C മോഡലിന് ഇവിടെ വലിയ സാധ്യതകളുണ്ട്. ഈ വിപണി 2025 $100 ബില്യൺ എത്തുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ $220 ബില്യൺ രഹസ്യം യാഥാർത്ഥ്യമാണ്, ശരിക്കുള്ളതാണ്. നഗരങ്ങളിലെ വിപണി മന്ദഗതിയിലാകുമ്പോൾ ഗ്രാമീണ ഇന്ത്യയിലെ പുതിയ മധ്യവർഗം ആവശ്യകതയുടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ കാര്യക്ഷമമല്ലാത്ത വിതരണ ശൃംഖലകൾ അവരെ പിന്നോട്ട് വലിക്കുകയാണ്. ഈ വിടവ് നികത്തുന്നതിലാണ് ഇന്ത്യയുടെ അടുത്ത സാമ്പത്തിക വളർച്ചയുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വീഡിയോകളിലും മുൻപേ നമ്മൾ ചെയ്ത പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. കാരണം നമ്മളെ ഈ ചാനലിലുള്ള വീഡിയോകളെല്ലാം തന്നെ നമ്മൾ ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു വലിയ ഒരു വിവരത്തിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് രംഗത്ത് നിങ്ങൾ ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കുക എന്നതാണ്. ആ പ്രോഡക്റ്റുകൾ ഓരോന്നും എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണ്, പ്രോഫിറ്റ് റേഞ്ച് എന്താണ്, ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ. ഇപ്പോഴും ഭൂരിഭാഗം പ്രോഡക്റ്റുകളും വരുന്നത് നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, UP, ആന്ധ്രാപ്രദേശ്,
തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക്, ഹൈ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾക്ക് നമ്മൾ പ്രോഡക്റ്റ് സെലക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള എന്നാൽ പുറം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എന്നാലോ നമ്മൾക്ക് ആ പ്രോഡക്റ്റുകൾ ചെയ്യാനുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മളുടെ ഇവിടെ ലോക്കലി അവൈലബിൾ ആണോ എന്നുകൂടെ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊണ്ടുവരുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഒരു വലിയ മേഖലയാണ്, നമ്മുടെ അവസരമാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. 220 ബില്യൺ ഡോളറിന്റെ ഗ്യാപ്പാണ്, ഒരു സ്വർണ്ണഖനിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ 100 ബില്യൺ ഡോളറിന്റെ ബിസിനസ് അവസരമാണ് അത് നമ്മൾക്ക് ഇവിടെ ലോക്കലി തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് അതൊരു അവസരമാക്കിയെടുത്ത് ഉപയോഗിക്കുക. നല്ലൊരു മാനുഫാക്ചറിങ് ബിസിനസ് എന്ന നിങ്ങളുടെ സ്വപ്നം അതിലൂടെ എത്രയും പെട്ടെന്ന് പൂവണിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലോകം ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റെന്തൊക്കെ വലിയ അവസരങ്ങൾ ഉണ്ടെന്ന് കമൻറ്റുകളിൽ ഞങ്ങളെ അറിയിക്കുക. കണ്ടതിന് നന്ദി. അപ്പോൾ നല്ലൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായി നാളെ നമ്മുടെ ചാനലിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളുടെ എതിരാളികളെ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. വിത്ത് ലോട്ട് ഓഫ് സർപ്രൈസസ്. സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നമ്മുടെ ബിസിനസ്സിന്, നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് അതെങ്ങനെ ഗുണകരമാവും എന്ന രീതിയിലുള്ള ഒരു അനലൈസേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ. താങ്ക് യു.